ഇവനെ എത്രയും പെട്ടെന്ന് വിടണം. ഇതെന്തത്? അല്ല, മോളിന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോ ഉണ്ണിക്ക് നല്ല ഭാഷ അറിയില്ല. മനസ്സിലായില്ല അല്ലേ? എന്താണ്? വിടാൻ പറ്റൂല. വിടാൻ പറ്റില്ല. ഇനിയിപ്പോ എന്തായാലും ഞാൻ ഇവിടെ വിടുന്ന കാര്യമില്ല. ഒന്നിക്കൽ ഒരു സസ്പെൻഷൻ, അല്ലെങ്കിൽ എന്റെ പിള്ളേരെ ഇറക്കി ഒരു ചോരക്കളി. പിള്ളേരെ? ഏത് പിള്ളേര്? മറന്നു. ബാലജന സഖ്യം. ഒരു ബാലജന സഖ്യം കൂടെ ഇതൊക്കെ തമാശ. സിബുവിന്റെ വെറും ഒരു തമാശ മാത്രം. അല്ല, സ്റ്റേഷനിൽ വന്നിട്ട് ഓന്റെ ഒരു കളി. അല്ല, തോക്കല്ലത്. ഇതൊക്കെ തൊട്ടിട്ടൊക്കെ എത്ര കാലായി. ഇതൊന്നല്ല തോക്ക്. തോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള തോക്കാണ് തോക്ക്. അതിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ല മോനെ, ഇതിന്റെ തുണ്ടേനു. പിന്നെ എങ്ങനെന്താ വിചാരിച്ച്? ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചേ പറ്റൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ചോര പുഴ ഒഴുകിയിരുന്നു. ചോര പുഴ ഒഴുകിയിരുന്നു. ഈ ചോരപ്പുഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ മറ്റേ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാര് ഈ ഇങ്ങനെ കടിച്ചെറിയുന്ന സാധനം ഉണ്ടല്ലോ, കടിച്ചെറിയുന്ന പോണ്ട. അത് ഇമ്പള് രസമില്ലെങ്കിൽ എറിയുന്നല്ലേ ഇമ്പള്. മറ്റത് ഒരു രസത്തിന് എറിയുന്നതാ. അതന്നെ, ആ സാധനം തന്നെ. ഈ സാധനം കൊണ്ട് ഒരൊറ്റയേറെ തന്നെ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഇതിന്റെ കാലിന്റെ ചോട്ടിൽ വന്ന് അങ്ങോട്ട് പൊട്ടിന്ന് മാത്രല്ല, എന്റെ കാല് ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കിയതാ, ഇവിടുന്ന് നോക്കിയതാ, അങ്ങനെ നോക്കിയതാ, ഇവിടുന്ന് തൊട്ടിട്ട് ഇത് വരെ അങ്ങോട്ട് കീറിയിട്ടുണ്ടല്ലോ. കീറിയിട്ട് ചോര കടല. പുഴയല്ലേ? അല്ല, കൊറേ പുഴ കൂടിക്കഴിഞ്ഞാൽ കടലാവല്ലോ, അതാണിത് ചോരക്കടല്. അങ്ങനെ ഞാൻ നിന്നില്ല, നിക്കാൻ പറ്റില്ല. എനിക്കിത് വാങ്ങിക്കൊടുക്കണ്ടേ, എന്തൊക്കെ സ്വാതന്ത്ര്യമോ അത് വാങ്ങിക്കൊടുക്കണ്ടേ. ഞാൻ അവിടെ നിന്ന് ഓടി. ഞാൻ ഓടിനൊരു കാട്ടുകൂടി ഞാനില്ല 1 കിലോമീറ്റർ ഓടി ഉണ്ടാവും. ഓടിക്കഴിഞ്ഞ് ഞാൻ നോക്കും, എന്റെ കാലിന്റെ മുകളിൽ നോക്കുമ്പോ ചോരയില്ല, മുറിയില്ല, ഒരു പാടും കൂടിയില്ല. ഇങ്ങോട്ടൊക്കെ എന്താ ഒരു പാടുണ്ടോന്ന് നോക്കാം. ഞാൻ ഈ കാട്ടുകൂടിയാണല്ലോ ഓടുന്നത്. ഈ കാട്ടിന്റെ ഉള്ളിൽ നിറച്ച് പച്ചമരുന്നാണല്ലോ. ഈ പച്ചമരുന്ന് കാലിന്റെ മുകളിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇത് മുഴുവൻ അങ്ങോട്ട് ഉണങ്ങിപ്പോയി. ആ താൻ എടുത്തിണ്ടാണ്ട് കൊടുത്താള് വെറുതെ എന്തിനാ അങ്ങനെ തല്ലുള്ളിന്. അങ്ങനെ ഞാൻ അവസാനം എത്തിപ്പെട്ടത് നാഗാലാൻഡിലാണ്. നാഗാലാൻഡിൽ ഞാൻ തീവണ്ടി ഓഫീസിന്റെ മുന്നിൽ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കുത്തിരിക്കുക. തീവണ്ടി ഓഫീസിൽ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോ പെട്ടെന്നുണ്ട് എന്റെ തലയിലേക്കൊരു സാധനം കേട്ടു വീണ്. എന്താണ് ആ സാധനം? എന്താണ് ഒരു ചക്കേന്റെ അത്ര വലിപ്പമുള്ള ഒരു തേങ്ങ എന്റെ തലയിലേക്ക് വീണിക്ക. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ഈ തേങ്ങ എന്തുകൊണ്ട് താഴത്തേക്ക് വീണ്, ഇത് എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല? ഇത് മുകളിലേക്ക് പോയ എന്റെ തലയിൽ വീഴില്ലല്ലോ. അങ്ങനെ ഞാൻ ഇരുന്നങ്ങോട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച്, ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം പറഞ്ഞ സംഭവമുണ്ട്, അതിനോണ്ടാണ് ഇത് താഴത്തേക്ക് വീണത്. അല്ല, ഇത് ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണിട്ടല്ലേ ഈ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചേ? അത് ഓല രാജ്യത്ത്. ഇമ്പള നാട്ടിൽ ഇത് ഞാനാ കണ്ടുപിടിച്ചേ. ഈ ഇമ്പള നാട്ടില് തേങ്ങയ്ക്ക് വിലയില്ലല്ലോ. തേങ്ങയ്ക്ക് വിലയില്ലാത്ത ഓരോ നാട്ടിൽ ആപ്പിളിന് വില. തേങ്ങയ്ക്ക് അന്നും വിലയില്ല, ഇന്നും വിലയില്ല. ആപ്പിളിന് അന്നും വില ഉണ്ട്, ഇന്നും വില ഉണ്ട്. ആപ്പിളിന് വിലയുള്ള ആപ്പിൾ അങ്ങോട്ട് പെട്ടെന്ന് ഫേമസ് ആയി, തേങ്ങ ഡൗൺ ആയിപ്പോയി. അല്ല, നിങ്ങള് തീവണ്ടി ഓഫീസിൽ ഇരുന്നല്ല പറഞ്ഞത്? അന്നത്തെ കാലത്ത് തീവണ്ടിയൊക്കെ ഉണ്ടോ? പിന്നെ അന്നത്തെ കാലത്ത് കൽക്കരിക്ക് തീ കൊടുത്തിട്ടാ തീവണ്ടി പോവുക. കൽക്കരിക്ക് തീ കൊടുത്തിട്ടാ തീവണ്ടി പോവുക. തീവണ്ടിന്റെ ലാസ്റ്റ് പോകിനകത്ത് കൽക്കരി കൂട്ടിട്ട് കേട്ടില്ല. നമ്മങ്ങോട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചട്ടോ, ഇതൊക്കെ പഠിക്കേണ്ട സംഗതികളാ. തീവണ്ടിയുടെ ലാസ്റ്റ് പോകിന്റെ അകത്ത് കൽക്കരി കൂട്ടിയിട്ട് ഇതിന് തീ കൊടുത്തു കഴിഞ്ഞാൽ തീവണ്ടി പോകും. അത് ശരി. അപ്പൊ തീ കൊടുത്താൽ തീവണ്ടി പോവില്ലേ? എങ്ങനെയാന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം.
എന്റെ മൂട്ടിൽ ഇവിടെ ഒന്ന് തീ കൊടുത്തു നോക്കി എന്താക്കൂ? ഞാൻ പൂവിട്ട് ഓടിപ്പോവും. അതേമാതിരി തന്നെ തീവണ്ടി കുക്കു തീവണ്ടി കുതിപ്പായും തീവണ്ടി ഇങ്ങനെയാണിത് പോണേ. അങ്ങനെ ഞാൻ അവസാനം ഞാൻ പിന്നെ നാട്ടിലിറങ്ങ. നാട്ടിലിറങ്ങിയ എന്റെ അടുത്ത് കൊറേ കിറ്റുണ്ട്. ദാശാനിക്കുള്ള പിന്നെ ലഡു, ജിലേബി, പിന്നെ കായ വറുത്തത്, പിന്നെ സാരി, എല്ലാ സാധനമായിട്ട് കൊറേ കിറ്റായിട്ടാ ഞാൻ ഇറങ്ങിനേ. കയ്യിലുണ്ട് ഇത്രയും കിറ്റ്. ഞാൻ കിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞിട്ട് വരിക. ഇത് കഴിഞ്ഞ് വരിക. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഞാൻ ഇതൊക്കെ വീട്ടിലേക്ക് നടന്ന് പോവുക. വീട്ടിലേക്ക് നടന്ന് പോകുമ്പോ ഒരു ചെറിയൊരു കുന്നിന്റെ മുകളിലുണ്ട് ഒരു ആൾക്കൂട്ടം. ഞാൻ ഇതെന്തിട്ടാ ഇവിടെ ഒരു ആൾക്കൂട്ടം? സാന്ദ്രൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇങ്ങനെ പൊടിക്കുന്നത്? അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പണ്ട് ആരൊക്കെയാണ് അവിടെ നിക്കുന്നത്? ആരൊക്കെയാണ് ചോദിച്ച്? AKG, നമ്മളെ അമ്പൂരിച്ചേ, നമ്മളെ മറ്റേ പിന്നെ EMS അമ്പൂരിപ്പാട്, അമ്പൂരിപ്പാട്, സ്വാതി തിരുനാള്, നാഗരാജ്, മാഫിയ ശശി, ഇങ്ങനെ കൊറേ ആൾക്കാർ കൂടിക്കുക. കൊറേ ആൾക്കാരുണ്ട്. എല്ലാരും കൂടി കൂടിക്കുക. അത് മാത്രല്ല, ആട്, കോഴി, പട്ടി, പൂച്ച, സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കുന്നിന്റെ ഉള്ളിൽ ചിക്കി തരക്കി നിൽക്കുക. തല ജയിച്ചേ. ഞാൻ ചോദിച്ചു എന്തേ? കണാരേട്ട അമ്പക്ക് വലിയൊരു പറ്റാ പറ്റിയേ. ഇമ്പൾ ഈ സ്വാതന്ത്ര്യത്തിനൊക്കെ എത്ര മെനക്കെട്ടില്ല. ആ ചിമ്പക്കൊന്നും കിട്ടിയില്ല. ഉള്ളത് ഒക്കെ മറ്റേ രാജ്യക്കാരെ കൊണ്ടുപോയി. കർണാടക കൊണ്ടുപോയി, തമിഴ്നാട്ടുകാരൻ തമിഴ്നാട് കൊണ്ടുപോയി, ഇന്ത്യക്കാർ ഹിമാചൽ പ്രദേശ് കൊണ്ടുപോയി. അങ്ങനെയുള്ള രാജ്യം മുഴുവൻ വരെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇമ്പക്കൊന്നും കിട്ടിയില്ല. ഇതിങ്ങോട്ട് കേട്ടപ്പുണ്ടല്ലോ, ഇമ്പളിന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇമ്പളി കുന്നിന്റെ ഉള്ളല്ലേ എന്ത് ചെയ്യും നിങ്ങട്ട് ആലോചിക്കും. എനിക്കിങ്ങോട്ട് നട്ടപരാന്ത് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. എന്റെ കയ്യിൽ ഞാൻ ആത്മരക്ഷയ്ക്ക് കൊണ്ടിറക്കുന്ന ഒരു മഴുണ്ട്. അരയില് നരന്റെ മോലാലുണ്ടിറക്കില്ലേ, അതേമാതിരിയുള്ളൊരു മഴ. ഈ മഴ ഇങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് 4 ചുറ്റലിങ്ങോട്ട് ചുറ്റിയിട്ട് ഒരൊറ്റ കടലിലേക്ക് ഇങ്ങനെ നോക്കിയപ്പണ്ട് കടലിങ്ങനെ ബാക്കോട്ട് അങ്ങോട്ട് പോയിട്ട് കര ഇങ്ങനെ പൊന്തി വരും. കര പൊന്തി വരിക. അങ്ങനെ ആ കരക്ക് ഞാനൊരു പേരും കേരളം.